കാര്യമായ പണിയാണെന്ന് തോന്നുന്നു. ഉവ്വ്. ഞാൻ ജയശങ്കർ സാറിന്റെ പരാതി ഡ്രാഫ്റ്റ് ചെയ്യായിരുന്നു. പരാതി കൊടുത്ത ഗുണമുണ്ടാവോ? ഉണ്ടാവും. ആ വീട് പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ പ്രശ്നമാവില്ലേ? പണയപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ കയ്യേറുവാണോ വേണ്ടത്? നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സമൂഹത്തില് അത് തെറ്റല്ലേ ചന്ദ്രേ? സംശയം എന്താ? തെറ്റാണ്. പഴയ വിധികളുടെ വല്ല റെഫറൻസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തപ്പിയെടുത്തുതരാം. വേണ്ടിവരും. ട്രൈ ചെയ്യട്ടെ. സിദ്ധുട്ട, ഡൽഹി ഹൈക്കോടതിയുടെ വിധിയാ. ഏതാണ്ട് ഇതുപോലൊരു കേസാ. മുംബൈ ഹൈക്കോടതി സമാനമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വേണമെങ്കിൽ പരാതിയിൽ ചേർക്കാം. നോക്കട്ടെ. ഞാൻ സിദ്ധുവേട്ടനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ പിന്നില് പ്രൊഫഷണലായ ഇത്തരം കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും കൂടി ഉണ്ടായിരുന്നു. ജീവിതത്തിൽ മാത്രമല്ല, ജോലിയിലും സിദ്ധുവേട്ടനെ അസിസ്റ്റ് ചെയ്യാനാണ് ഞാൻ കൊതിച്ചത്. സാരല്ല, എല്ലാ ആഗ്രഹങ്ങളും നടക്കാറില്ലല്ലോ. എന്റെ സ്ഥാനത്ത് ദേവിക ചേച്ചി വരും. ഒരു ചെറിയ തിരുത്തുണ്ട്. തന്റെ സ്ഥാനത്ത് ദേവികയല്ല വന്നത്, ദേവികയുടെ സ്ഥാനത്ത് താനാ വന്നത്. ഇപ്പോ അത് മാറി, വീണ്ടും പഴയതുപോലെയായി. സോറി. സിദ്ധുട്ടൻ പറഞ്ഞതാ ശരി. എന്നാലും വക്കീലായ സിദ്ധുട്ടൻ വക്കീലായ എന്നെ തെരഞ്ഞെടുക്കുമെന്നാ ഞാൻ കരുതിയിരുന്നെ. എവിടെ ഒന്നും നടന്നില്ല. താൻ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവാണോ? ഇല്ലില്ല.